ശബരിമലയിലെ സ്വർണ്ണക്കടത്ത്, പുരാവസ്തുക്കളുടെ കൊള്ള എന്നീ വിഷയങ്ങളിൽ ഏറ്റവും നിർണായകമായ വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രതിപക്ഷത്തെ മുൻ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ വളരെ നിർണായകമായ മൊഴി നൽകിയിരിക്കുന്നു. ഇതുവരെ കോടികളുടെ തട്ടിപ്പാണ് ശബരിമലയിൽ നടന്നതെന്ന് പൊതുവായി പറഞ്ഞിരുന്ന സ്ഥാനത്ത് രമേശ് ചെന്നിത്തല നൽകിയ വിവരമനുസരിച്ച് നടന്നത് 500 കോടി രൂപയുടെ തട്ടിപ്പാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്നുള്ള രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലാണ് ഏറ്റവും ഗൗരവമർഹിക്കുന്നത്. തനിക്ക് ഈ വിവരങ്ങളെല്ലാം നൽകിയത് അന്താരാഷ്ട്ര കൊള്ള സംഘത്തിൽപ്പെട്ട ഒരാളാണ് എന്നാണ് അദ്ദേഹം SITക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പൗരാണികമായ ശില്പങ്ങൾ, വിഗ്രഹങ്ങൾ, പുരാവസ്തുക്കൾ എന്നിങ്ങനെ പല പേരിലുള്ള വസ്തുക്കൾ അന്താരാഷ്ട്ര തലത്തിൽ വിൽപ്പന നടത്തുന്ന ഒരു വലിയ സംഘം തന്നെയുണ്ട്. ആ സംഘവുമായി ബന്ധമുള്ള ഒരാളാണ് കൃത്യമായ വിവരങ്ങൾ തനിക്ക് കൈമാറിയതെന്ന് അദ്ദേഹം അറിയിച്ചു. ഈ വിവരങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്തിയ ശേഷമാണ് രമേശ് ചെന്നിത്തല ഈ വിഷയം SITക്ക് മുന്നിൽ കൊണ്ടുവരികയും രേഖാമൂലം എഴുതി നൽകുകയും ചെയ്തത്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ മൗനം നിലനിൽക്കുന്ന സമയത്താണ് രമേശ് ചെന്നിത്തല ധീരമായ നിലപാടെടുക്കുകയും താൻ സാക്ഷി വിസ്താരത്തിന് പോലും തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തത്. മുൻ ആഭ്യന്തരമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ ഉണ്ടായിരുന്ന സ്വാധീനം ഉപയോഗിച്ച് താൻ ഇപ്പോഴും പ്രധാന രേഖകൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് തെളിയിക്കാനുള്ള നീക്കം കൂടിയാണിത്. ഈ നീക്കത്തിന് വ്യക്തമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ദേശീയ നേതൃത്വം താൽപര്യക്കുറവ് കാണിക്കുകയും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ വെളിപ്പെടുത്തൽ പ്രത്യേകിച്ചും അന്താരാഷ്ട്ര ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദേശീയ തലത്തിലുള്ള നേതാക്കൾക്ക് പോലും ദോഷകരമാകും എന്ന് സൂചന നൽകിക്കൊണ്ട് പാർട്ടി നേതൃത്വത്തിനെതിരെ ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമായാണ് അദ്ദേഹം ഇത് ഉപയോഗിക്കുന്നത്. തന്റെ കയ്യിലുള്ള രഹസ്യങ്ങൾ ഉപയോഗിച്ച് പാർട്ടിയിൽ തനിക്കുള്ള വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. വലിയ വലിയ നേതാക്കളാണ് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന സൂചന നൽകുന്നതിലൂടെ തന്റെ സ്ഥാനം സുരക്ഷിതമാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അതേസമയം രമേശ് ചെന്നിത്തലയുടെ ഈ വിവരങ്ങൾ SIT വളരെ ഗൗരവത്തോടെയാണ് എടുത്തിരിക്കുന്നത്. വെറുതെ ഒരാൾ നൽകിയ മൊഴിയായി ഇതിനെ കാണാതെ ഉടൻ തന്നെ രമേശ് ചെന്നിത്തലയുടെ മൊഴി എടുക്കാനും വിവരം നൽകിയ വ്യക്തിയെ കണ്ടെത്തി വിവരങ്ങൾ ശേഖരിക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നു. ഈ കേസ് അന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമായി ഈ നീക്കം മാറിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയുടെ വ്യക്തിപരമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കപ്പുറം 500 കോടി രൂപയുടെ തട്ടിപ്പിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ പുറത്തുവരുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം.